നമസ്കാരം. യമൻ പൗരനായ പങ്കാളിയെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ തള്ളിയവൾ എന്നാണ് നിമിഷപ്രിയയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ജൂലൈ 16-ാം തീയതി നിമിഷപ്രിയയ്ക്ക് വിധിച്ച വധശിക്ഷ നടപ്പിലാക്കും. എന്നാൽ താൻ നേരിട്ട ക്രൂരതയുടെ യഥാർത്ഥ വശം വിവരിക്കുകയാണ് നിമിഷപ്രിയ. സനയിലെ ജയിലിൽ നിന്നും പ്രമുഖ ഓൺലൈൻ മാധ്യമത്തോടാണ് നിമിഷ മനസ്സു തുറക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പട്ടാളക്കാർ വന്ന് തന്നെ മരണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകാം. മനസ്സിൽ ഭീതിയുണ്ടെങ്കിലും എവിടെ നിന്നെങ്കിലും തന്നെ രക്ഷിച്ചുകൊണ്ട് പോകും എന്നുള്ള ഒരു ശുഭവാർത്ത വരുമെന്ന പ്രതീക്ഷയിലാണ് നിമിഷപ്രിയ. സനയിലെ ജയിലിൽ നിന്നും നിമിഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. കോട്ടയത്തെ കുറവിലങ്ങാട് നിന്നും നഴ്സിംഗ് പഠനത്തിന് ശേഷം 2008-ലാണ് നേഴ്സായിട്ട് യമനിലെത്തുന്നത്. കേരളത്തിലെ സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ വീട്ടിലെ വിഷമം കാരണമാണ് ഇവിടെ ഒരു അവസരം ലഭിച്ചപ്പോൾ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇവിടെ ഒരു അവസരം ലഭിച്ചപ്പോൾ യമനിലേക്ക് തിരിച്ചത്. 3 വർഷം ജോലി ചെയ്തതിന് ശേഷം 2011-ൽ തിരിച്ച് നാട്ടിലെത്തി വിവാഹം കഴിച്ചു. 2012-ൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സനയിലെത്തുന്നത്. അവിടെ അദ്ദേഹം വെൽഡറായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും സാമ്പത്തികമായി അവർക്ക് വലിയ നേട്ടം ഇല്ലാത്തതിനാൽ അവരൊരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് താൻ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി എത്തുമായിരുന്ന തലാൽ അബ്ദുൾ മെഹദി എന്ന യമൻ പൗരനുമായിട്ട് പരിചയപ്പെടുന്നതും അവരുമായിട്ട് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നതും. തുടർന്ന് അദ്ദേഹത്തോട് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇതേ ക്ലിനിക്കിൽ തന്നെയായിരുന്നു ചികിത്സ തേടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല പെരുമാറ്റമായിരുന്നതിനാലും ഇതുപോലുള്ള സ്പോൺസർമാർ വഴി ക്ലിനിക്ക് തുടങ്ങുന്നത് അവിടെ പതിവായിരുന്നതിനാലും ഈ തീരുമാനത്തിൽ മുമ്പോട്ട് പോകുവാൻ അവർ തീരുമാനിച്ചു. അദ്ദേഹവും സമ്മതം അറിയിച്ചതുകൊണ്ട് തിരിച്ച് നാട്ടിലെത്തി കുറച്ച് പണം സംഘടിപ്പിച്ച് തിരിച്ചു പോകാനായിരുന്നു തൻ്റെ പരിപാടി. നാട്ടിലോട്ട് തിരിച്ചപ്പോൾ തൻ്റെ ഒപ്പം ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ തലാലും കേരളത്തിലോട്ട് വരാമെന്ന് സമ്മതിച്ചു. 1 മാസം അവധിയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവും മറ്റൊരു കൂട്ടുകാരിയുമായിട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. അദ്ദേഹം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുകയും ചെയ്തു. അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ വിവാഹ ആൽബം കാണിച്ചു. അദ്ദേഹം അതിനകത്ത് ചില ഫോട്ടോകൾ അവരുടെ ക്യാമറയിൽ പകർത്തിയപ്പോൾ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നിയില്ല. ഇവിടെ നിന്ന് തിരികെ പോയപ്പോൾ ഭർത്താവ് കൂടെ പോന്നില്ല. പകരം അദ്ദേഹം ഇവിടെ നിന്ന് പല ആളുകളോടും കടം വാങ്ങി പണം സ്വരൂപിക്കുകയായിരുന്നു. തുടർന്ന് സനയിൽ തിരിച്ചെത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിയിൽ പ്രവേശിക്കാതെ പുതിയൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ആദ്യം ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ആ ക്ലിനിക്കിൻ്റെ ഉടമ തന്നോട് വഴക്കിന് വന്നു. അവർക്ക് വരുമാനം കുറഞ്ഞു എന്നതായിരുന്നു പരാതി. ഇതോടെ പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിൻ്റെ ഒരു ഭാഗം ഓഹരിയായിട്ട് ഇദ്ദേഹത്തിന് നൽകാനും തീരുമാനിച്ചു. കരാർ എഴുതിയപ്പോൾ അത് കരാർ അറബിയിലായിരുന്നത് കൊണ്ട് തന്നെ എന്താണ് അതിലെഴുതിയിരുന്നതെന്ന് ഈ നിമിഷയ്ക്ക് ബോധ്യമായിരുന്നില്ല. 33% ഓഹരി പഴയ ക്ലിനിക്ക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി 67% തലാലിൻ്റെ പേരിലും എഴുതി. പിന്നീട് അറബി പഠിച്ചതിന് ശേഷമാണ് ഇതിലെ സത്യാവസ്ഥ തിരിച്ചറിയുന്നതെന്നും നിമിഷ പറയുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് എന്നതാണ് തലാലിൻ്റെ മറുപടി. ഈ സമയത്താണ് തലാലിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത്. ലഹരിക്കടിമയായ ഇദ്ദേഹം നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് നിമിഷ തിരിച്ചറിയുന്നു. മോഷണത്തിനും മറ്റും നിരവധി പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നിമിഷ അറിയുന്നു. ഇതിനിടെ ക്ലിനിക്കിലെ വരുമാനം മൊത്തം തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ അതിനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ക്ലിനിക്ക് നടത്തിപ്പ് പ്രശ്നത്തിലായി. വഴക്കുണ്ടാകുമ്പം ഓഫീസിലെത്തി അവിടെയുള്ള പേപ്പറുകളിൽ തുപ്പുക, വെള്ളമൊഴിക്കുക, അങ്ങനെ ചില കലാപരിപാടികളൊക്കെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. പണം അദ്ദേഹം എടുത്തുകൊണ്ട് പോകുന്ന കാര്യം തൻ്റെ ക്ലിനിക്കിലെ മാനേജരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അതിനെ തർക്കിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അപ്പോൾ ആരെടുത്താലും അതിനെന്താ കുഴപ്പം? അത് നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ എന്നാണ് അവരുടെ ചോദ്യം. നാട്ടിലെത്തിയപ്പോൾ തങ്ങൾ വിവാഹിതരായി എന്നാണ് അദ്ദേഹം ആ നാട്ടിലെല്ലാവരോടും പറഞ്ഞു നടന്നിരുന്നത്. അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചു എന്നും ചിലർ പറഞ്ഞു. അങ്ങനെ പണം നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ക്ലിനിക്കിലെ ലാഭം സ്വർണ്ണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു. എന്നാൽ പിന്നീട് ഇതും ഇദ്ദേഹം തട്ടിയെടുക്കുകയായിരുന്നു. ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ ഇക്കാര്യം ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നാട്ടിൽ പോയപ്പോൾ
ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു എന്നതായിരുന്നു. ഇതോടെയാണ് സനയിൽ അവിടുത്തെ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി നൽകിയത്. വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമം അനുസരിച്ച് 16 ദിവസം രണ്ടുപേരും കസ്റ്റഡിയിലായി. ജയിലിൽ കിടന്ന മറ്റാരുടെയോ സഹായത്തോടെ ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചതോടുകൂടി കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. കോടതിയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതും കേരള യാത്രക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി. വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. തങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ് എന്നതായിരുന്നു കോടതിയുടെ വിധി. തൻ്റെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. 20 സിം കാർഡെങ്കിലും ഞാൻ അതിനുവേണ്ടി എടുത്തുവെന്നും ഇദ്ദേഹം നിരന്തരമായി ആ സിം കാർഡുകൾ ഒടിച്ചു കളഞ്ഞുവെന്നും നിമിഷ പറയുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവരും വിശ്വസിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് പിന്നീട് നിമിഷ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി തർക്കിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് ഒരു വിവാഹ ചടങ്ങ് പോലെ അവിടെ ഒന്ന് നടത്തി. കൂടെ താമസിക്കേണ്ടിയും വന്നു. തൻ്റെ പാസ്പോർട്ടും അയാൾ സ്വന്തമാക്കി. പിന്നീട് മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു. അതിന് പിന്നാലെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അവരോടൊപ്പവും ശരീരം പങ്കുവെക്കുന്നതിന് അദ്ദേഹം നിർബന്ധിച്ചു. അതിനിടെ അദ്ദേഹത്തിൻ്റെ ഉപദ്രവം ശക്തമാക്കിക്കൊണ്ടിരുന്നു. പാതിരാത്രിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസരങ്ങൾ നിരവധി തവണ ഉണ്ടായി. പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. മണിക്കൂറോളം മറ്റൊരു രാജ്യത്ത് റോഡരികിൽ ഒത്തിരി തവണ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും നിമിഷ പറയുന്നു. എന്നിട്ടും അവരുടെ കൂട്ട ആക്രമണത്തിന് അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നതാണ് തൻ്റെ ഏക ആശ്വാസം. നീ എന്താണ് എൻ്റെ താല്പര്യത്തിന് വഴങ്ങാത്തത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇതിനിടെ പല പ്രാവശ്യം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ നിരവധി തവണ കരഞ്ഞപേക്ഷിച്ചു. അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ട്, അതെടുക്കാൻ പാസ്പോർട്ട് വേണം എന്നും കള്ളം പറഞ്ഞു നോക്കി. എന്നിട്ടും ഒരു രക്ഷയുമില്ല. അതോടെ പാസ്പോർട്ട് നഷ്ടമായി എന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു അവരുടെ നിർദ്ദേശം. ഇതും നടക്കാതെ വന്നതോടെ നിരാശയായപ്പോഴാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സഹായിക്കാമെന്ന് ഏറ്റത്. ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അനസ്തീഷ്യ നൽകി ബോധം കെടുത്തിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി സഹായിക്കാമെന്ന് ഏറ്റത്. ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അനസ്തീഷ്യ നൽകി ബോധം കെടുത്തിയാൽ വാഹനവുമായി വന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ദേഹോദ്രവം ഏൽപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഡിവോഴ്സിന് സമ്മതിപ്പിച്ച് ഭാര്യയല്ല എന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങാമെന്നായിരുന്നു അവരുടെ തീരുമാനം. ക്ലിനിക്കിൽ നേഴ്സായി ജോലി ചെയ്യുന്ന തൻ്റെ സങ്കടം കാണാറുള്ള യുവതിയായ ഹനാൻ എന്ന യുവതിയും ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാമെന്നും ഏറ്റു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് യൂറിൻ ഇൻഫെക്ഷനാണ്, മരുന്ന് വേണമെന്നും പറഞ്ഞ് ക്ലിനിക്കിലേക്ക് വരുന്നത്. ഇതൊരു അവസരമായി എടുത്തിട്ടാണ് മയങ്ങുന്ന മരുന്ന് കുത്തിവെക്കുന്നത്. ആദ്യം മരുന്ന് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നതിനാൽ അത് കാര്യമായിട്ട് ഏറ്റില്ല. ഇതോടെ കുറച്ച് കൂടിയ മരുന്ന് കുത്തിവെച്ചു. ഈ സമയം അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ച് താഴെ വീഴുകയായിരുന്നു. പിന്നീട് ബോധം കെട്ടുപോയി. പൾസ് നോക്കിയപ്പോൾ ഇല്ലെന്ന് മനസ്സിലായി. ഇത് കണ്ട താൻ ഭയന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. അപ്പോഴാണ് പിരിമുറുക്കം വന്നത്. അപ്പം അത് കുറയ്ക്കാനായിട്ട് 2 ഡോസ് മരുന്നെടുത്ത് കഴിച്ചു. ഇതോടെ അർത്ഥബോധാവസ്ഥ ആവുകയും മാനസിക നിലയിലും പ്രശ്നമുണ്ടായി. താഴെ താമസിച്ചിരുന്ന ഹനാനോട് കാര്യങ്ങളൊക്കെ വിവരിച്ചു. എനിക്ക് ബോധമില്ലാത്തതിനാൽ ഹനാനാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം. സംഗതി അറിഞ്ഞതോടെ തങ്ങളെ സഹായിക്കാമെന്നേറ്റ ജയിൽ ഉദ്യോഗസ്ഥനും കൈമലർത്തുകയായിരുന്നു. സ്വന്തമായിട്ട് വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവർക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക എന്നത്. 3 ദിവസം കഴിഞ്ഞാണ് തനിക്ക് ബോധം കിട്ടിയത്. ഇതോടെ വാട്ടർ ടാങ്കിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങി. ഇതോടെ അവിടെ നിന്ന് സ്ഥലം വിട്ട് മാരിഫ് എന്ന സ്ഥലത്തെത്തുന്നതും 1 മാസം അവിടെ ഒളിവിൽ താമസിക്കുന്നതും. ഈ സംഭവമെല്ലാം നടക്കുന്നത് 2017 ജൂലൈയിലാണ്. വൈകാതെ തന്നെ ഹനാൻ അറസ്റ്റിലായി. ഓഗസ്റ്റിലാണ് താനും അറസ്റ്റിലാവുന്നത്. അറസ്റ്റിലായതോടുകൂടി നാട്ടിൽ വാർത്തകൾ പ്രചരിക്കുകയും പരക്കുകയും ചെയ്തു. ജയിലിലായെങ്കിലും തനിക്ക് വേണ്ടി കേസുകൾ നടത്താനോ വാദിക്കാനോ ആരുമുണ്ടായിരുന്നില്ല. യമൻ പൗരനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പക്ഷം മാത്രമാണ് എല്ലാവരും കേട്ടത്. അവിടെ നിന്ന് വന്ന വാർത്തകളും അതേ രീതിയിൽ തന്നെയായിരുന്നു. ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു സഹായവും തനിക്ക് ലഭിച്ചില്ല. ഒടുവിൽ ജഡ്ജി തന്നെ ഇടപെട്ട് ഒരു ജൂനിയർ അഭിഭാഷകനെ തനിക്ക് വേണ്ടി നിയോഗിച്ചു. അദ്ദേഹമാകട്ടെ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുകയും ചെയ്തില്ല. ഇതിനിടെ ഹനാനെ
കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. സഹായിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഒളിവിലാണ്. കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി വധശിക്ഷയാണ് തനിക്കിപ്പോൾ വിധിച്ചിരിക്കുന്നത്. മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് ദിയ ബ്ലഡ് മണി നൽകിയാൽ തൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് ആളുകൾ പറയുന്നു. 300 സ്ത്രീകളും 60 കുട്ടികളുമുള്ള ജയിലിലാണ് താനിപ്പോൾ കഴിയുന്നത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഹനാൻകാരിയും ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയിൽ മാത്രമാണ് താൻ കഴിയുന്നത്. ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവായിരിക്കുന്നു.